Hello all. In this video, we can see an example program to print the user details or we can say the student details using structure. So we have seen what is a structure and how to declare a structure. Everything we have seen in the previous videos. So here we can see an example. In this example, we'll be accepting ടു സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആസ് യുവർ വിഷ്, നിങ്ങൾക്ക് എത്ര സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് വേണമെങ്കിലും പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു അറേ ഡിക്ലെയർ ചെയ്താൽ മതി. എസ് എന്നോ സ്റ്റുഡൻറ്റ് എന്നോ എന്തെങ്കിലും പറഞ്ഞൊരു അറേ ഡിക്ലെയർ ചെയ്താൽ മതി. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ പ്രോഗ്രാം. ഫസ്റ്റ് ഇസ് എ ഹെഡർ ഫയൽ. നെക്സ്റ്റ് വിൽ ക്രിയേറ്റ് എ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. സ്ട്രക്ചറിൻ്റെ നെയിം ഇസ് student. In the name of student, I have created a structure. In the name of student, if the name of the student, there can be three options. മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവാം. ഓക്കെ, എന്തൊക്കെയാണ് മൂന്ന് ഓപ്ഷൻസ്? ആദ്യത്തെ ഓപ്ഷൻ ഇസ് നെയിം ആണ്. ഫസ്റ്റ് ദ സ്റ്റുഡൻറ്റ് മേ ഹാവ് എ നെയിം, ഹി ക്യാൻ ഹാവ് റോൾ നമ്പർ, ഹിൽ ഹാവ് മാർക്സ്. ഹിയർ ഐ എം ട്രൈങ് ടു റീഡ് 3 മാർക്സ്. 3 മാർക്സ് റീഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ദെൻ ഐ വിൽ കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഓഫ് ഈച്ച് സ്റ്റുഡൻറ്റ്. ഓക്കെ, സോ ഫൈനലി ഞാൻ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്? ഐ വിൽ പ്രിൻറ്റ് ദ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, ദ റോൾ നമ്പർ ഓഫ് ദ സ്റ്റുഡൻറ്റ് ആൻഡ് ദ ടോട്ടൽ ഓഫ് ദ സ്റ്റുഡൻറ്റ്. സോ ദീസ് 3 വിൽ ബി പ്രിൻറ്റഡ് അറ്റ് ലാസ്റ്റ്. ഓക്കെ, സോ അതിനു വേണ്ടി ഞാൻ നെയിം സ്ട്രക്ചറിൽ നെയിം ഉണ്ടായിരിക്കും, സ്റ്റുഡൻറ്റിന് നെയിം ഉണ്ടായിരിക്കും, സ്റ്റുഡൻറ്റിന് റോൾ നമ്പർ ഉണ്ടായിരിക്കും, സ്റ്റുഡൻറ്റിന് 3 മാർക്സ് ഉണ്ടായിരിക്കും. 3 മാർക്സ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് 3 മാർക്സ് ഉണ്ട്. സോ ഐ ഹാവ് ഡിക്ലെയർഡ് മാർക്സ് ആസ് എൻ array. ഓക്കെ, സോ ആൻഡ് ഹിൽ ഹാവ് എ ടോട്ടൽ ഓഫ് ദീസ് മാർക്സ്. സോ ഇതാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിൾ ആയിട്ട് ഹാവ് ഡിക്ലയർഡ് ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് S(10). സോ ഇവിടെ 10 സ്റ്റുഡൻസിൻ്റെ വരെ എനിക്ക് ഡീറ്റെയിൽസ് റീഡ് ചെയ്യാം. ഈ 10 സ്റ്റുഡൻസിനും എന്തുണ്ടാവാം? നെയിം ഉണ്ടാവും, റോൾ നമ്പർ ഉണ്ടാവും, 3 മാർക്സ് ഉണ്ടായിരിക്കാം, അതിൻ്റെ ടോട്ടലും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ 10 സ്റ്റുഡൻസ് വരെ ആവാം. ഇഫ് ഐ ഹാവ് ടു റീഡ് അപ് ടു 50 സ്റ്റുഡൻസ്, ഹിയർ S(50). സോ സിൻസ് ഐ ഹാവ് ഡിക്ലെയർഡ് ദ സ്ട്രക്ചർ വേരിയബിൾ ഹിയർ, ഇവിടെ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത കാരണം ദർ ഇസ് നോ നീഡ് ഓഫ് റീഡിക്ലെയറിംഗ് ദ സ്ട്രക്ചർ വേരിയബിൾ ഹിയർ. ഇവിടെ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഇവിടെ അല്ലാതെ ഞാൻ ഇവിടെയാണ് സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? struct stud, I have to declare like this: struct student S(10). okay, so I should declare like that. ഇങ്ങനെ എഴുതണം, that is struct student S(10). ഇങ്ങനെയായിരിക്കണം ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുക. സ്ട്രക്ട് സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ ഇൻറ്റ് S(10) എഴുതുന്നതിന് പകരം ആ ഇൻറ്റിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് എഴുതും? അതൊരു സ്റ്റുഡൻറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെ മെമ്പറാണ്. ദാറ്റ് ഇസ് സ്ട്രക്ട് സ്റ്റുഡൻറ്റ് S(10) എഴുതാം. ഇഫ് ഐ എം നോട്ട് ഡിക്ലെയറിംഗ് ഇറ്റ് ഹിയർ. If I am declaring it here, there is no need of declaring it in the main program. Okay, so now we'll start with the main program. As usual, we'll read how many students details I have to enter. എത്ര സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം എന്ന് റീഡ് ചെയ്യും. വിൽ ബി റെഡ് ടു n. എന്നിൽ ഉണ്ടാവും S(10) എന്ന് പറഞ്ഞാൽ 10 സ്റ്റുഡൻസിൻ്റെ വരെ എനിക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നാലും ഞാൻ ഇപ്പോൾ തൽക്കാലം എത്ര സ്റ്റുഡൻസിൻ്റെ വരെ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എന്നിൻ്റെ വാല്യൂ റീഡ് ചെയ്യും. ആ n സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് റീഡ് ചെയ്യണം. ഓരോ പ്രാവശ്യം n സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ്. സോ എങ്ങനെയാണ് റീഡ് ചെയ്യുക? ആദ്യം നെയിം റീഡ് ചെയ്യണം. ദാറ്റ് ഇസ് എൻ്റർ നെയിം ഓഫ് സ്റ്റുഡൻറ്റ് I എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് %d എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് 1 എന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റർ ദ നെയിം ഓഫ് ഫസ്റ്റ് സ്റ്റുഡൻറ്റ് എന്നായിരുന്നു നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, എൻ്റർ നെയിം ഓഫ് സ്റ്റുഡൻറ്റ് %d അവിടെ ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. ഐക്ക് എന്താണ് ഇനീഷ്യലി വാല്യൂ? 1. സോ എൻ്റർ നെയിം ഓഫ് സ്റ്റുഡൻറ്റ് 1. ഓക്കെ, സോ ഇറ്റ് വിൽ ബി സേവ്ഡ് ഇൻ, എവിടെയായിരിക്കും സേവ്? നെയിം ആവുമ്പോൾ ഇറ്റ് ഇസ് സ്ട്രിങ്. സോ പെർസെൻറ്റേജസ്, ദർ ഇസ് നോ നീഡ് ഓഫ് ആംപർസാൻഡ് വേണ്ട. അപ്പോൾ എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്? S(i.name)ലാണ്. ഓക്കെ, S(i)യുടെ നെയിം. സോ ഇവിടെ എന്തായിരിക്കും? S(1)ൻ്റെ നെയിമാണ് ആദ്യം കയറുക. നെക്സ്റ്റ് printf എൻ്റർ റോൾ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് 1. ദാറ്റ് ഇസ് 1 എന്ന് വരണമെങ്കിൽ %d, I. It will be stored at scanf %d. roll number is integer, so %d S(i) dot roll number, S(i)യുടെ roll number. Okay, so next we are trying to read marks. So as I have told you earlier, I am trying to read 3 marks and I need to find the total. So 3 marks read ചെയ്തിട്ട് എനിക്ക് ഓരോ പ്രാവശ്യം മാർക്ക് റീഡ് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ടോട്ടലും കാണണം. സോ ഇനീഷ്യലി സാധാരണ നമ്മൾ ടോട്ടൽ ഈക്വൽ ടു 0 എന്നിടില്ലേ, അതുപോലെ തന്നെ S(i) ഡോട്ട് ടോട്ടൽ, S(i)യുടെ ടോട്ടലാണ് ഇസ് ഈക്വൽ ടു 0. S(i)യിൽ നമ്മൾ ഇതിൽ സ്റ്റുഡൻറ്റിൽ നമ്മൾ ടോട്ടൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹാവ് ടു ഡിക്ലെയർ S(i) ഡോട്ട് ടോട്ടൽ ഇസ് ഈക്വൽ ടു 0. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ കാണുമ്പോൾ ഞാൻ പറയാം.
നെക്സ്റ്റ് പ്രിന്റ് എഫ് എൻ്റർ മാർക്സ് ഓഫ് സ്റ്റുഡൻറ്റ് ഐ, ദാറ്റ് ഇസ് സ്റ്റുഡൻറ്റ് വണ്ണിൻ്റെ മാർക്സ് ഓരോന്നായിട്ട് എൻ്റർ ചെയ്യും. എത്ര മാർക്സ് എൻ്റർ ചെയ്യണം? 3 മാർക്സ് എൻ്റർ ചെയ്യണം. സോ ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ഐക്ക് പകരം ഞാൻ ജെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഐ ഞാൻ ഓൾറെഡി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഐ. ഓക്കെ, സോ ഞാൻ ഇവിടെ ഐ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഐ പിന്നെയും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ വേറൊരു വേരിയബിൾ ജെ യൂസ് ചെയ്യും. ജെ ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ജെ ഈസ് ഈക്വൽ ടു 1 ആയാലും കുഴപ്പമില്ല. 3 മാർക്സ് എൻ്റർ ചെയ്യണം. 3 മാർക്സും ഐ വിൽ റീഡ് ടു ദ വേരിയബിൾ. എവിടെ? ഏത് വേരിയബിൾ? എസ് ഓഫ് ഐ ഡോട്ട് മാർക്സ് അല്ല, മാർക്സ് ഓഫ് ജെ. അതായത് ഓരോ പ്രാവശ്യം എങ്ങനെ റീഡ് ചെയ്യും? എസ് ഓഫ് 1 ഡോട്ട് മാർക്സ് ഓഫ് 0th മാർക്സ്. ഓക്കെ, പിന്നെ എസ് ഓഫ് 1 ഡോട്ട് മാർക്സ് ഓഫ് 1 ഫസ്റ്റത്തെ മാർക്ക്. എസ് ഓഫ് 1 ഡോട്ട് മാർക്സ് ഓഫ് 2. സോ 3 മാർക്ക് ഇങ്ങനെയാണ് റീഡ് ചെയ്യുക. മാർക്ക് ഓഫ് 0യിലേക്ക് സ്റ്റോർ ചെയ്യും, മാർക്ക് ഓഫ് 1ലേക്ക് സ്റ്റോർ ചെയ്യും, മാർക്ക് ഓഫ് 2യിലേക്ക് സ്റ്റോർ ചെയ്യും. മാർക്സ് എന്ന് പറഞ്ഞാൽ ഒരു അറേ ആയിട്ടാണ് ഞാൻ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇറ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് ആൻ അറേ. സോ ഇവിടെ നമ്മൾ മാർക്സിന് അറേ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്ത്. സോ അറേയിലേക്കാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ പോണേ. സോ ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് ആരുടെയാണ്? സ്റ്റുഡൻറ്റ് 1ൻ്റെ മാർക്സ് ആണ് ഞാൻ എൻ്റർ ചെയ്തിട്ടുള്ളത്. സോ സ്റ്റുഡൻറ്റ് 1 കണ്ടോ? എസ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ എസ് ഓഫ് 1, മാർക്സ് ഓഫ് ജെ എന്ന് പറയുമ്പോൾ ജെയിൻ്റെ ലൂപ്പാണ് ഇവിടെ. ജെയിൻ്റെ ലൂപ്പ് സ്റ്റാർട്ട്സ് ഫ്രം 0 < 3. ദാറ്റ് ഇസ് 0 വരും, 1 വരും, 2 വരും. അതായത് 3 മാർക്സിനെ റീഡ് ചെയ്യും. ഓരോ പ്രാവശ്യവും ഞാൻ മാർക്സിനെ റീഡ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പം തന്നെ ഞാൻ ടോട്ടൽ കാണും. ഇവിടെ തന്നെ വെച്ച് ടോട്ടൽ കാണാം. എസ് ഓഫ് ഐ ഡോട്ട് ടോട്ടൽ ഇസ് ഈക്വൽ ടു എസ് ഓഫ് ഐ ഡോട്ട് ടോട്ടൽ പ്ലസ് എസ് ഓഫ് ഐ ഡോട്ട് മാർക്സ് ഓഫ് ജെ. ഇവിടെയല്ലേ ഓരോ വാല്യൂം സ്റ്റോർ ചെയ്യുക, ഇവിടെയല്ലേ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സോ ഓരോ പ്രാവശ്യവും നമ്മൾ അതായിട്ട് എസ് ഓഫ് ഐ ഡോട്ട് ടോട്ടൽ പ്ലസ് ചെയ്യുക. എസ് ഓഫ് ഐ ഡോട്ട് ടോട്ടൽ അതിനാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാരണമാണ് ഞാനിവിടെ 0 തുടങ്ങാൻ വേണ്ടിയിട്ട് 0 ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ 0 പ്ലസ് ഫസ്റ്റത്തെ മാർക്സ് വരും. അത് കഴിഞ്ഞിട്ട് ആ ഒരു പ്ലസ് ചെയ്ത് റിസൾട്ട് പ്ലസ് സെക്കൻഡ് മാർക്സ് വരും. അങ്ങനെ പ്ലസ് ചെയ്ത് ഫൈനൽ ടോട്ടൽ നമുക്ക് ഇവിടെ കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കാണാം? ഇവിടെ തന്നെ ആ സ്റ്റുഡൻറ്റിൻ്റെ ആവറേജ് കാണാം. ഇവിടെ തന്നെ ആ സ്റ്റുഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് കാണാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാം കാണാൻ പറ്റും. പെർസെൻറ്റേജും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ മനസ്സിലാവുണ്ടോ? ഇനി എന്തെങ്കിലും കാണണമെങ്കിൽ, എന്തെങ്കിലും കൂടുതലായിട്ട് കാണണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണാം. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ? നെക്സ്റ്റ് അത് കഴിഞ്ഞു. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ കഴിഞ്ഞു. എഗെയിൻ ഇറ്റ് കംസ് ഹിയർ. ഇവിടെ വരും I is equal to 2i increment ചെയ്യും. I 2i സെക്കൻഡ് I is equal to 1 അല്ലേ? I is equal to 2i. സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ നെയിം എൻ്റർ ചെയ്യും, സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ എൻ്റർ ചെയ്യും, സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്സ് റീഡ് ചെയ്യും, 3 മാർക്സ് റീഡ് ചെയ്യും, സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ കാണും. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറ്റ് വിൽ കം ഔട്ട് ഓഫ് ദിസ് ഫോർ ലൂപ്പ്. 2 സ്റ്റുഡൻസിൻ്റെ എന്നല്ല ഞാൻ പറഞ്ഞിട്ട് the value of n is 2. So it will come out of the loop. Now I am going to print the name, roll number and total. Name, roll number, total. ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്യാൻ പോണത്. സോ ആദ്യം തന്നെ എനിക്ക് ഒരു ഇങ്ങനെ വരാനായിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് I will show the output. Here the output should be like this. ഇവിടെ ഇങ്ങനെ വരണം. നെയിം, റോൾ നമ്പർ, ടോട്ടൽ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ടായിരിക്കണം. അതിൻ്റെ അടിയിലായിരിക്കണം ഓരോന്ന് വരേണ്ടത്. ഓക്കെ, സോ നെയിമിൻ്റെ അടിയിൽ വരണം, നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂ വരണം. റോൾ നമ്പറിൻ്റെ അടിയിൽ, ടോട്ടലിൻ്റെ അടിയിലായിട്ട് വരണം. സോ ജസ്റ്റ് സീ ഹിയർ ഐ ഹാവ് യൂസ്ഡ് നെയിം /t, roll number /t, total /n. Here it is /n. എന്തുകൊണ്ടാണ്? നെയിം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയല്ല റോൾ നമ്പർ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നെയിം ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ട്, അതായത് ഒരു ടാബ് സ്പേസ് ഉണ്ടല്ലോ, അത്രയും കഴിഞ്ഞിട്ടായിരിക്കണം റോൾ നമ്പർ എന്ന് വേണ്ടത്. അത് കഴിഞ്ഞ് ഒരു ടാബ് സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കണം എന്ത് വേണ്ടത്? ടോട്ടൽ വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇനി ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് ലൈനിലേക്ക് വന്നിട്ടാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ അടിയിലാണ് ലാസ്റ്റ് നമ്മൾ /n ആണ്, ദാറ്റ് ഇസ് ന്യൂ ലൈൻ, അടുത്ത ലൈനിലേക്ക് വരിക. ഓക്കെ, അതിനാണ് ഞാനിവിടെ /t എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, /t ലാസ്റ്റ് കഴിഞ്ഞിട്ട് /t അല്ല, ലാസ്റ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിലേക്കാണ് വരേണ്ടത്. എത്ര സ്റ്റുഡൻസിൻ്റെ? 2 സ്റ്റുഡൻസിൻ്റെ പ്രിന്റ് ചെയ്യണം. സോ ഐ യൂസ് ഫോർ ലൂപ്പ്. ഫോർ i is equal to 1, i less than or equal to n, i plus plus, അതായത് 1 2 2 ആൾക്കാരുടെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഓരോ പ്രാവശ്യം ഐ പ്രിന്റ് ഫസ്റ്റ് ഇസ് നെയിം, എസ് ഓഫ് ഐ ഡോട്ട് നെയിം പ്രിന്റ് ചെയ്യണം. അതിന് ഇവിടെ ഞാൻ %s കഴിഞ്ഞ് /t കൊടുത്തത് എന്തിനാ? ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഞാൻ പറഞ്ഞു, ഔട്ട്പുട്ട് എനിക്ക് ABC വരണം. ABC കഴിഞ്ഞ് അപ്പം തന്നെയാണ് ഇവിടെയാണോ 1 വരേണ്ടത്? അല്ല, ഈ റോൾ നമ്പറിൻ്റെ അടിയിൽ. ആക്ച്വലി ഇറ്റ് ഷുഡ് ബി ഒരു ടാബ് സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കണം വരേണ്ടത്. സോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു /t കൊടുക്കുക. അതായത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടാബ് കഴിഞ്ഞിട്ടായിരിക്കും പോയിന്റർ നിൽക്കുന്നുണ്ടാവും അടുത്ത് പ്രിന്റ് ചെയ്യാൻ. ഓക്കെ, സോ ഹിയർ
ഫസ്റ്റ് ഇസ് ആദ്യത്തെ നെയിം പ്രിന്റ് ചെയ്തു, ആദ്യത്തെ ആളുടെ റോൾ നമ്പർ പ്രിന്റ് ചെയ്തു, ആദ്യത്തെ ആളുടെ ടോട്ടൽ പ്രിന്റ് ചെയ്തു. എഗെയിൻ സെക്കൻഡ് ആളുടെ നെയിം പ്രിന്റ് ചെയ്തു, റോൾ നമ്പർ പ്രിന്റ് ചെയ്തു, ടോട്ടൽ പ്രിന്റ് ചെയ്തു. ഇഫ് ദർ ഇസ് സ്ലാഷ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് ഫോർ ഫോർമാറ്റിംഗ്. ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഔട്ട്പുട്ട് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ലാഷ് ടിയും സ്ലാഷ് എന്നും ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ദർ ഇസ് നോ പ്രോബ്ലം. അതിന് പകരം നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ വരും? ഇങ്ങനെ വരും. നെയിം, ഒരു സ്പേസും ഉണ്ടാവില്ല ഇതിൻ്റെ ഇടയിൽ, റോൾ നമ്പർ, ടോട്ടൽ, ഇങ്ങനെ വരും ഔട്ട്പുട്ട്. ഓക്കെ, സോ ഓരോന്ന് പ്രിന്റ് ചെയ്യുമ്പോൾ ഞാൻ XY ABC 150 ഇങ്ങനെ വരും. സ്പേസ് ഒന്നും കൂടാതെ വരും. അപ്പോൾ കുറച്ചൊരു വൃത്തിക്ക് വേണ്ടിയിട്ട്, ഫോർമാറ്റിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ലാഷ് ടിയും സ്ലാഷ് എന്നൊക്കെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. Enter the number of students. I have entered 2. If it is 3, 4, 5 എത്രയായാലും കുഴപ്പമില്ല. So enter the name of student 1. ABC എന്ന് എൻ്റർ ചെയ്തു. Enter roll number of the student 1. Enter marks of student 1. So 3 marks. I am asked to read 3 marks. 3 marks ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എത്ര മാർക്സ് വേണമെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ ലൂപ്പ് കൊടുത്താൽ മതി. ഓക്കെ, സോ 3 മാർക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റർ ദ നെയിം ഓഫ് സ്റ്റുഡൻറ്റ് 2, റോൾ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് 2, മാർക്സ് ഓഫ് സ്റ്റുഡൻറ്റ് 2, ടോട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നൗ it will print the output like this. Name, roll number, total. First ആളുടെ name, roll number, total. Second ആളുടെ name, roll number, total. Okay, so this is a program to print the details of a student. Thank you.